ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുട സ്റ്റക്ക് ആവാണ്ടിരിക്കുക. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ച കുടയൊക്കെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ കുട സ്റ്റക്ക് ആവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സൈഡ് അതുപോലെ വലിയ കമ്പികളൊക്കെ ഒന്ന് സ്റ്റക്ക് ആയി നിൽക്കും, നന്നായി ഓപ്പൺ ആവാൻ കഴിയാറില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ടോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വാസ്ലിനാണ് കേട്ടോ. നമ്മുടെ വാസ്ലിന് ഒരല്പം കയ്യിലെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ നമ്മുടെ ഈ വലിയ കമ്പിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വലിയ കമ്പികളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. വലിയതിലും ചെറുതിലൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കുട ക്ലോസ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കമ്പി അഥവാ ആ ഒരു സ്റ്റെക്നെസ്, ആ ഒരു ഭാരം അഥവാ തുറക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ കമ്പിയിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയകൾ, ഈ ഒരു കാലിലും ഒക്കെ നന്നായി ഒന്ന് വാസ്ലിന് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. അഥവാ തുണിയിലല്ല, ഈ ഒരു ക്ലോത്തിലല്ലാതെ നമ്മുടെ ഈ ഒരു കമ്പിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടയുടെ ആ സ്റ്റെക്കിങ് നമുക്ക് കിട്ടും കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ഒന്ന് നന്നായി അതൊന്ന് കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ കുട ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ കുട എപ്പോഴും ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. അതുപോലെ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ മുട്ടത്തോടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട കേട്ടോ. നമുക്ക് മുട്ടത്തോട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്ത് തരാം. സാധാരണ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നെയിൽ കട്ടറൊക്കെ പഴയതായിട്ടുണ്ടാവും, അതിൻ്റെ മൂർച്ചൊക്കെ കുറഞ്ഞതുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നെയിൽ കട്ടർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നെയിൽ കട്ടറിൻ്റെ ആ ഒരു മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയിൽ കട്ടറിൻ്റെ മാത്രമല്ല കേട്ടോ, നമുക്ക് സിസേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കത്രികയൊക്കെ അതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു നെയിൽ കട്ടറിനും സിസേഴ്സിനൊക്കെ നല്ലൊരു മൂർച്ച കൂട്ടാൻ സഹായിക്കും കേട്ടോ. അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള സെറാമിക് കപ്പിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഉപ്പുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഉപകരിക്കും കേട്ടോ. ഈ ഒരു എൻഡ് ഉണ്ടാവല്ലോ, അതൊക്കെ കുറച്ച് മൂർച്ച കൂടുതലാണ്. അപ്പം നമുക്ക് കത്തിയൊക്കെ മൂർച്ച കൂട്ടാനായി ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കത്തിയിൽ തന്നെ നമുക്ക് ഏത് ടൈപ്പ് കത്തിയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ സെറാമിക് കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കത്തി മൂർച്ച കൂട്ടാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ജസ്റ്റ് അതിൻ്റെ മുൻഭാഗം ഒന്ന് കുറച്ച് ഉപ്പുപൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉപ്പുപൊടിയുടെ ആ ഒരു മൂർച്ചയും അതുപോലെ തന്നെ നമ്മുടെ സെറാമിക് കപ്പിൻ്റെ ആ മൂർച്ചയും കൂടി നല്ലോണം മൂർച്ച കൂടും കേട്ടോ.